അല്ല, ഇതിന് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ തലത്തിൽ തന്നെ ഇതിന് പിന്നെ ഹെഡുണ്ട്. അതിൽ തന്നെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി പ്രത്യേക ഫണ്ടിൻ്റെ ആവശ്യമില്ല. അവരവരുടെ തന്നെ ഇപ്പം NH-ൻ്റെ ആദ്യത്തേത് തമ്പാനൂർ പറഞ്ഞ NH-ൻ്റെ വിഭാഗത്തിലും, ബേക്കറി ജംഗ്ഷൻ പറഞ്ഞിരിക്കുന്ന ഇറിഗേഷൻ്റെ വിഭാഗത്തിലും, വെള്ളപ്പൊക്കത്തിന് മൂന്നാമത്തെ ഐറ്റം PWD, നാലാമത്തത് വാട്ടർ അതോറിറ്റി, 5 PWD, 6 PWD, ഇങ്ങനെ അവരുടെ തന്നെ തലത്തിൽ ഹെഡ് പോകും. ഒന്നിച്ച് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതല്ലാതെ മറ്റു വർക്കുകളിലേക്ക് ഇപ്പോൾ പോകേണ്ടതില്ല എന്നും തീരുമാനിച്ചിട്ടുണ്ട്. ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാനും മെയ് 31 മുമ്പ് ഇത് പൂർത്തിയാക്കാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കളക്ടർ ബന്ധമായിട്ടത് പൂർത്തിയാക്കാൻ കഴിയും. പിന്നെ വിശദമായ റിപ്പോർട്ട് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ വിദഗ്ധരായിട്ടുള്ള ആളുകളോട് ബന്ധപ്പെട്ടതിന് ശേഷം സമയബന്ധിതമായി തന്നെ 2 മാസം നിശ്ചയിച്ചിരിക്കുന്നതിനുള്ളിൽ തന്നെ കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതിൻ്റെ ഫണ്ടിങ് അടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. തുടർന്ന് വിശദമായ ഡീറ്റെയിൽഡ് റിപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടരുന്നതാണ്. ഇത് ഇന്നലെ വൈകിട്ട് പലരും വിളിക്കുകയുണ്ടായി. ആ സമയത്ത് ഇന്നത് മുഖ്യമന്ത്രിക്ക് ഇന്ന് നമ്മൾ കൊടുക്കേണ്ടി വന്നുകൊണ്ട് വൈകിട്ട് ഫോണിൽ കിട്ടാത്ത സാഹചര്യങ്ങളുണ്ടായി. പലരും അതിന് പക്ഷേ രാത്രിയിൽ നമ്മളത് ബ്രീഫിംഗ് ഇല്ല എന്നുള്ളത് തീരുമാനിച്ചത് ഇന്നത് കൊടുത്തതിന് ശേഷം പറയുക എന്നുള്ളത് കൊണ്ടാണ്. ഇന്നലെ അങ്ങനെ ഒരു പൊതുധാരണ ഉണ്ടാക്കി. അതിന് ആരിൽ നിന്നും ഇതേക്കുറിച്ചൊരു അഭിപ്രായം ഇന്നലെ പറയുന്നതിന് പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് ഇന്ന് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചതിന് ശേഷം ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ പ്രിലിമിനറിയായി ഇങ്ങനെ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ കൊടുക്കുക, അതിനുശേഷം എന്നുള്ള ഒരു അഭിപ്രായം അവിടെ വരികയുണ്ടായി. അപ്പോൾ അതേക്കുറിച്ച് CM-ൻ്റെ അഭിപ്രായം കൂടി എന്താണ് എന്നുള്ളത് പരിശോധിച്ചതിന് ശേഷം ഒരു പ്രതികരണം നടത്തുക എന്നുള്ളതാണ് ശരി എന്നുള്ളത് കൊണ്ടാണ് ആ തരത്തിൽ ഇന്നലെ പറയാതിരുന്നത്. തെറ്റിദ്ധരിക്കാൻ അതിന് ഇടവരുന്നത്. അല്ല, ഇപ്പോൾ ഈ വർക്കുകളിലൂടെ കഴിയില്ല. എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇതിപ്പം നമുക്ക് ഇത് ചെയ്തേ പറ്റൂ. ടെമ്പററി അറേഞ്ച്മെൻറ്റ്സ് ആണ്, താൽക്കാലികമായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്. പക്ഷേ ഇത് ചെയ്തേ പറ്റൂ. ഇത് നമ്മൾ ഇത് എല്ലാ പ്രാവശ്യങ്ങളിലും ചെയ്യണമെന്ന് തന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാട്. പക്ഷേ ഇത് തൃപ്തികരമായി ചെയ്യുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമാണ്. വെള്ളം ഒഴുകിപ്പോകാനുള്ള മാർഗ്ഗങ്ങൾ ക്ലിയർ ചെയ്യുക എന്നുള്ളത് കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. പക്ഷേ ഇതെല്ലാം ചെയ്തിട്ടും പ്രശ്നപരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഡീറ്റെയിൽഡ് നമ്മൾ വരുന്നതിൻ്റെ കാരണം. അപ്പോൾ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണെന്നും പ്രശ്നപരിഹാരത്തിനുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളതും ഇനിയും നമുക്ക് അത് തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ മാത്രമേ ശാശ്വത പരിഹാരം ഉണ്ടാകുന്നുള്ളൂ. ഇതിപ്പം ടെമ്പററി അറേഞ്ച്മെൻറ്റ്സ് എന്നുള്ള നിലയിലാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ കൂടുതൽ സങ്കീർണമായിട്ടുള്ള സുവിശേഷമായിരിക്കും നമുക്കുണ്ടാകും. അതുകൊണ്ട് അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന നിലയിൽ ആണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. അല്ല, അത് നമ്മളിപ്പോൾ നിശ്ചയിച്ചിട്ടില്ല. ഏറ്റവും പ്രസക്തമായി വന്ന നിർദ്ദേശങ്ങൾ ഇതിൽ അത് നമ്മൾ ഈ ഏറ്റവും പ്രസക്തമായി വന്ന കാര്യങ്ങൾ കൂടി ഇതിനകത്ത് വരണമെന്നുള്ളത് കൊണ്ട് ചേർത്താണ്. ഇനി ഇതിൽ നിന്ന് ഏതെല്ലാമാണ് ഇതിൻ്റെ ഏതിലൂടെ പ്രശ്നപരിഹാരം ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ മന്ത്രിമാരോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ സമിതിയുടെ തലത്തിലോ മാത്രമായി അത് മാറ്റാതെ, അല്ലെങ്കിൽ ഇപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ